ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ബോൾസാണ്. നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ ചീറ്റോസൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് റവയാണ് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളം എടുത്തത് ആ സെയിം പാത്രത്തിൽ നമ്മൾ റവ എടുത്തിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം റവ. പെട്ടെന്ന് നമ്മൾ മിക്സാക്കിയിട്ട് റവ അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി ഒരു 10 മിനിറ്റോളം റവ അതിൽ കടന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ചായയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബോളാണ്, ക്രിസ്പി ബോൾസാണ് ഈ ഒരു ബോൾ. അപ്പോൾ ഒന്നങ്ങോട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം കൊണ്ട് കുഴച്ചെടുക്കാം. മാവ് ഒന്നങ്ങോട്ട് സ്മൂത്താക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മൾ ചീറ്റോസൊക്കെ വാങ്ങുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളിതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചീറ്റോസിൻ്റെ വലുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പിലുള്ള ഓരോ ബോൾസ് ആക്കി എടുക്കാം. നമ്മളിവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് റവ കൊണ്ട് ഇത്രയും ബോൾസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മൾ പാൻ അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് അതങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഏത് എണ്ണ ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ബോൾസ് ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ആണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കിയെടുക്കാൻ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ കുറച്ചധികം നേരം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ കുറച്ചധികം നേരം തന്നെ നമുക്കിത് ഫ്രൈ ആക്കാനുണ്ടാവും. അതിൻ്റെ ഒരു ടൈം മാത്രമേ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതങ്ങോട്ട് ഫ്രൈ ആക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും നമുക്ക് ഈ എണ്ണയിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. എണ്ണയ്ക്ക് ഒരു മാറ്റം തന്നെ സംഭവിക്കില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിന് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ മുളക് പൊടി ആഡ് ചെയ്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മളിവിടെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പ് ഈ ബോൾസിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം.